The next topic is operations on sets. സെറ്റ്സിൽ വരുന്ന ഓപ്പറേഷൻസ് നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോലെ അതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് സെറ്റിലുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ഓപ്പറേഷൻസും കൂടിയും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിയറി എല്ലാം കവർ ചെയ്യാനും പറ്റും, കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എല്ലാ ഓപ്പറേഷൻസും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു എക്സാമ്പിൾ എടുത്തോട്ടെ ഞാൻ. സപ്പോസ് A ഈക്വൽ ടു 1 2 3 1 2 3 4 ഇരിക്കട്ടെ അല്ലേ. A ഈക്വൽ ടു 1 2 3 4, B ഈക്വൽ ടു 2 4 5. ഞാനൊരു യൂണിവേഴ്സൽ സെറ്റും കൂടി എടുക്കുകയാണേ. അത് നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നതാണ്. ഓക്കെ, എയും ബിയും എലമെൻ്റ് ഉള്ള, എയുടെയും ബിയുടെയും എലമെൻറ്റ്സ് ഉള്ള ഒരു ലാർജർ സെറ്റ്. സപ്പോസ് ഇറ്റ് ഈസ് ഗീവൺ ആസ് 1 2 3 4 5 6 7 തന്നിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സെറ്റിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെറ്റിൽ വരുന്ന ആദ്യത്തെ ഓപ്പറേഷനാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറയും. ഞാനിവിടെ ഇങ്ങനെ എഴുതി പോവാം, ഒരു പ്രോബ്ലം ചെയ്യുന്ന പോലെ എഴുതി പോവാം. സോ ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ A യൂണിയൻ B. ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതിയ യൂണിവേഴ്സൽ സെറ്റിന്റെ സിമ്പിളായി മാറി A യൂണിയൻ B എന്നാണ് വായിക്കുക. ഓക്കെ, ഇത് സിമ്പിൾ വായിക്കുന്ന ഈ സിമ്പിൾ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നു? യൂണിയൻ. ഓക്കെ, യൂണിയൻ എന്നാണ് വായിക്കുക. യൂണിയൻ. ഇതെന്താണ് സംഭവം? വാട്ട് യു മീൻ ബൈ A യൂണിയൻ B? എയുടെയും ബിയുടെയും എലമെന്റ്സ് എല്ലാവരും കൂടി യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാവരും കൂടിയും ഒരുമിച്ച് എഴുതുക. റിപ്പീറ്റ് ചെയ്യാതെ എഴുതണേ, റിപ്പീറ്റ് ചെയ്യരുത്. എയുടെ എലമെന്റ്സ് 1 2 3 4. ഇതിൻ്റെ കൂടെ ബിയുടെ എലമെന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ബിയുടെ എലമെന്റ് 2 അതിവിടെ ഓൾറെഡി എഴുതിയതാണ്. 4 ഇവിടെ ഓൾറെഡി എഴുതിയതാണ്. 5. ക്ലിയർ? റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതണം. ഓർഡർ കുഴപ്പമില്ല, പക്ഷെ റിപ്പീറ്റ് ചെയ്യരുത്. യൂണിയൻ ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എയുടെയും ബിയുടെ എലമെന്റ്സ് യൂണിയൻ എടുത്ത് എഴുതാം. ഓക്കെ, so this is the first operation, A union B. The second one is A intersection B. Intersection symbol നോട്ട് ചെയ്യുക. ഇതൊക്കെ കംപ്ലീറ്റ് ഗ്രീക്ക് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് സെഡ് ടു ബി ഇന്റർസെക്ഷൻ. വായിക്കുന്നത് ഇന്റർസെക്ഷൻ എന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാത്സിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആവശ്യം വരുന്നുണ്ട്. പ്രത്യേകം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ്റെ മീനിങ് എന്താണെന്ന് പറയാമോ? കോമൺ, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ എലമെന്റ്സ്. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. എല്ലാം എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്കും ബിക്കും കോമൺ ആയിട്ട് 2 എയിലും ബിയിലും ഒരേ സമയം പ്രസന്റ് ആണ്. 4 എയിലും ബിയിലും ഒരേ സമയം പ്രസന്റ് ആണ്. സോ A ഇന്റർസെക്ഷൻ B ഈസ് 2, 4. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്, ദാറ്റ് ഈസ് A ഇന്റർസെക്ഷൻ B. ഇനി വേറൊരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. A മൈനസ് B. ഇത് പിന്നെ അറിയാമല്ലോ, പരിചയമുള്ളതാണ്. മൈനസ് പറയും, പക്ഷെ സാധാരണ നമ്പർ മൈനസ് ചെയ്യണ പോലെയല്ല ഇവിടെ വരുന്നത്. ഇത് സെറ്റിന്റെ കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. A മൈനസ് ബിയുടെ ഡെഫിനേഷൻ ഞാനിവിടെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. യൂണിയനും ഇന്റർസെക്ഷൻ എളുപ്പമാണ്. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിട്ട് അത് ചെയ്യാം. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എലമെന്റ്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് എലമെന്റ്സ് ബിലോങ്സ് ടു A ബട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു A. ഡസ് നോട്ട് ബിലോങ് ടു B, ബിലോങ് ടു B. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? എയിൽ മാത്രം വരുന്ന എലമെന്റ്സ്, അതാണ് A മൈനസ് ബി. ഇപ്പൊ മനസ്സിലായോ? എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. അത് ഏതൊക്കെ എലമെന്റുകളാണെന്ന് പറയാമോ? ഒന്ന് നോക്കിയേ. 1 എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. അപ്പോൾ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം വരണം, ബിയിൽ വരാൻ പാടില്ല. 1. പിന്നെ വേറെ ആരാ? 2. 2 ബിയിൽ വന്നിട്ടുണ്ട്, നമുക്ക് എയിൽ മാത്രം വരുന്ന ആളാണ് വേണ്ടേ. 3 അത് എയിൽ മാത്രമുള്ള ആളാണ്.
4 അത് ബിയിലുള്ളതുകൊണ്ട് അത് എഴുതണ്ട. സോ എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ. എയിൽ മാത്രം വരണം, എന്നാൽ ബിയിൽ വരാൻ പാടില്ല. അതാണ് എ മൈനസ് ബി. ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്ത് വരുന്നത് ബി മൈനസ് എ കൂടി ഒന്ന് എഴുതിയാലോ നമുക്ക്. ബി മൈനസ് എ. അപ്പൊ ബി മൈനസ് എ അപ്പൊ എന്തായിരിക്കും വരാ? ബിയിൽ മാത്രം വരുന്ന എലമെന്റ് എയിൽ വരാൻ പാടില്ല. 2 ബിയിൽ മാത്രം വരുന്ന ആളാണോ? അത് എയിലുള്ളതാ. 4 അതും എയിലുണ്ട്. 5 അത് ബിയിൽ മാത്രം വരുന്ന എലമെന്റ് ആണ്. അപ്പോൾ ഡിഫറൻസ് അഥവാ മൈനസ് ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു ഓപ്പറേഷൻ ഉണ്ട്. വേറൊരു ഓപ്പറേഷനാണ് അടുത്ത് പഠിക്കാനുള്ളത്. കോംപ്ലിമെന്റ് എന്ന് പറയും. എ ഡാഷ് വായിക്കുന്നത് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. എ കോംപ്ലിമെന്റ്. ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതാം. യു മൈനസ് എ ആണ്. ഡെഫിനിഷൻ ഓർത്ത് വെച്ചാൽ മതി. എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് എ ആണ്. യു മൈനസ് എ അതായത് യുയിന്ന് എയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. യുയിന്ന് എയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും? അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ എ ഡാഷ് എഴുതി കാണിച്ചിട്ടെ, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. എ ഡാഷ് എഴുതണമെങ്കിൽ യു നോക്കാം. യുയിന്ന് എയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്താൽ എന്താ വരാം? യുയിന്ന് എയുടെ എലമെന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. 1 2 3 4 ബാക്കി എന്ത് വരും? യുയിന്ന് എയുടെ എലമെന്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും നോക്കിയേ? 5 6 7. ഇങ്ങനെയാണ് നമ്മൾ എ ഡാഷ് എഴുതുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഡാഷ് എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ എഴുതും? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിന്ന് ബിയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും? യുയിന്ന് ബിയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യുക. ബിയുടെ എലമെന്റ്സ് 2 4 5. യുയിന്ന് ബിയുടെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്താൽ ബാക്കി എന്ത് വരും? 1 3 6 7. 1 3 6 7. ക്ലിയർ ആയല്ലോ. അപ്പൊ കോംപ്ലിമെന്റ് കാണാൻ യു എടുക്കുക. യുയിന്ന് ആ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? അപ്പൊ കോംപ്ലിമെന്റും ക്ലിയർ ആയി. എല്ലാ ഓപ്പറേഷൻസും മനസ്സിലായല്ലോ. ഇനി കുറച്ച് ഐഡന്റിറ്റീസ് നമ്മൾ പ്രൂഫ് ഇല്ലാതെ പഠിക്കാം. ഓക്കെ, ഐഡന്റിറ്റീസുകളുണ്ട് കുറച്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസുകൾ. അതിൽ ആദ്യം പഠിക്കാനുള്ള ഐഡന്റിറ്റി എ ഡാഷ് ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ആണ്. എ ഡാഷ് ഓൾ ഡാഷ് എന്താണ്? എ ആണ്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്ത് നോക്കാം. എ ഡാഷിൻ്റെ വീണ്ടും കോംപ്ലിമെന്റ് എടുത്താൽ എ ആണ് വരാ. പക്ഷെ പ്രൂഫ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, ബൈ ഹാർട്ട് ആക്കിയാൽ മതി. എ ഡാഷിന്റെ മീനിങ് മനസ്സിലായല്ലോ, കോംപ്ലിമെന്റിന്റെ മീനിങ് ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു റിസൾട്ട് എ യൂണിയൻ ബി ഓൾ ഡാഷ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി കണ്ടിട്ട് കോംപ്ലിമെന്റ് കാണാം. ഉദാഹരണത്തിന് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എ യൂണിയൻ ബി എഴുതും. എന്നിട്ട് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ എ യൂണിയൻ ബിയിലുള്ള എലമെന്റ് യുയിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് വരും? ചെയ്യുന്നില്ല, ഒരു ഐഡിയ തന്നതാ. എ യൂണിയൻ ബി ഡാഷ് മീൻസ് ആദ്യം എ യൂണിയൻ ബി കാണുന്നു, എന്നിട്ട് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് എല്ലാം യുയിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഈ റിസൾട്ട് പ്രൂഫ് ഇല്ലാതെ പഠിക്കണം. ദിസ് ഈസ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. എ ഡാഷിനും ബി ഡാഷിനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്. അപ്പോൾ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഇന്റർസെക്ഷനായി മാറുന്നുണ്ട്. ഓക്കെ, ടേക്ക് ദ സെപ്പറേറ്റ് കോംപ്ലിമെന്റ്, യൂണിയൻ ബിക്കംസ് ഇന്റർസെക്ഷൻ. ഇതിന് സിമിലർ ആയിട്ട് വരുന്ന ഐഡന്റിറ്റി എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. സെക്കൻഡും തേർഡും വളരെ സിമിലർ ആണ്. അപ്പോൾ കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് സെപ്പറേറ്റ് കോംപ്ലിമെന്റ്. യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷൻ എന്നുള്ളത് യൂണിയൻ ആവും. ബൈ ഹാർട്ട് ആകാനുള്ള റിസൾട്ടാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ ഇത് നല്ലപോലെ ആവശ്യം വരുന്നുണ്ട്.
ഇതിന് നമ്മളൊരു കോമൺ ആയിട്ട് ഇതൊരു പേരുണ്ട്, ഇതിനൊരു പേരുണ്ട് ഈ തിയറത്തിന്. ഇതിനെ പറയുന്ന പേരാണ് ഡിമോർഗൻസ് ലോ. ആ പേര് മറക്കണ്ട, ഡിമോർഗൻസ് ലോ എന്നാണ് പറയാ. സെക്കൻഡും തേർഡും ഡിമോർഗൻസ് ലോ. ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു റിസൾട്ട്, ഇനി വേറെ വരുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഐഡന്റിറ്റീസുകളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അപ്ലിക്കേഷൻ പ്രോബ്ലംസുകൾ വരുന്നുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ എഴുതിയ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബിയിൽ 5 എലമെന്റ്സ് ഉണ്ട് അല്ലേ. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു ബൈ ഹാർട്ട് ആക്കി വെക്കണം, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. ഞാനിവിടെ പ്രൂഫ് തരുന്നില്ല, പ്രൂഫ് ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ബൈ ഹാർട്ട് ആക്കണം, ബൈ ഹാർട്ട് ആക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് 3 എണ്ണം വരാൻ ചിലപ്പോൾ കേട്ടോ. എ യൂണിയൻ ബി യൂണിയൻ സി. അത് നമുക്ക് അധികം ആവശ്യം വരാറില്ല, എന്നാലും നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി കണ്ടിട്ട് വീണ്ടും യൂണിയൻ സി എടുക്കാം. ഇതിൻ്റെ ഫോർമുല വരുന്നത് കുറച്ച് വലിയൊരു ഫോർമുലയാണ്. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് വായിച്ച് ബൈ ഹാർട്ടാക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എൻ ഓഫ് എ ഡാഷ്. എ ഡാഷിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ബൈ ഹാർട്ടാക്കാം. ഇറ്റ് ഈസ് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ആണ്. അതെങ്ങനെ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എ ഡാഷിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് കാണാൻ പറഞ്ഞാൽ യുയിലാകെ എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കാം, അതിൽ നിന്ന് എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് മൈനസ് ചെയ്യുക. ഈ ഐഡന്റിറ്റീസുകൾ എല്ലാം ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ. നിങ്ങളിത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം. നമുക്ക് പ്രോബ്ലംസ് ചെയ്താലോ.